Welcome back. Welcome back. വെൽക്കം ബാക്ക്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ആഴ്ച ഡിസ്കസ് ചെയ്യാം. അതിലെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എല്ലാം ഓർത്തിരിക്കുക കേട്ടോ. അതുപോലെ അടുത്തത് PLL, ഫേസ് ലോക്ക്ഡ് ലൂപ്സ്, PLL. And in this session we will discuss about IC 565 with the function as PLL. It's a PLL IC. Okay. ഇതിന്റെ ഫീച്ചേഴ്സ് ആണ്. PLL എന്ന് പറയുമ്പോൾ ഫേസ് ലോക്ക് ലൂപ്പ്, ഒരു പ്രധാനപ്പെട്ട ഒരു അനലോഗ് IC ആണ് PLL എന്ന് പറയുന്നത്. PLL നമ്മൾ ജനറലി പറയുമ്പോൾ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് first stage of PLL is a phase detector. Phase detector. So input, this is input. Phase detector രണ്ട് ഇൻപുട്ട് ഉണ്ടാവും. ഒന്ന് ഇൻപുട്ട് സിഗ്നൽ ആണ്, നമ്മൾ അപ്ലൈ ചെയ്യുന്ന സിഗ്നൽ. ഓക്കെ, അപ്ലൈ ചെയ്യുന്ന സിഗ്നൽ. മറ്റൊന്ന് ഫീഡ്ബാക്ക് സിഗ്നൽ. Feedback signal. Okay, then phase detector output is passed through an amplifier and a low pass filter. So now we can replace that amplifier and low pass filter by an active low pass filter. Active low pass filter. Active low pass filter output is taken as PLL output. Output is fed back to input to a VCO, voltage controlled oscillator, VCO. VCOയുടെ ഔട്ട്പുട്ട് ആണ് ഇവിടെ ഫീഡ്ബാക്ക് സിഗ്നൽ ആയിട്ട് വരുന്നത്. So basically there will be a phase detector, that is the first stage of a PLL is phase detector. Okay, that will produce an output whose magnitude is proportional to phase difference between input signal and feedback signal. Okay, ഈ രണ്ട് സിഗ്നലിലെയും ഫേസ് ഡിഫറൻസ് അല്ലെങ്കിൽ ഫ്രീക്വൻസിയിലുള്ള ഡിഫറൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുക. ഇവിടെ ഒരു സ്ലോലി വേരിയിങ് ആയിട്ടുള്ള ഒരു വേവ് ഫോം ആണ്. അതിൽ ഹൈ ഫ്രീക്വൻസി കോമ്പോണൻസ് എല്ലാം ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് we'll use a low pass filter and then amplifier. We can combine amplifier and low pass filter using a active low pass filter. അതായത് ഒരു ഓപ്-ആമ്പ് പോലുള്ള ഹൈ ഗെയിൻ ഉള്ള ഒരു സ്റ്റേജും കൂടെ വരികയാണെങ്കിൽ അതൊരു ആക്റ്റീവ് ലോ പാസ് ഫിൽറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുക. അപ്പൊ ഇത് ആക്റ്റീവ് ലോ പാസ് ഫിൽറ്ററിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇവിടെ വേരി ചെയ്യുന്നതിനെ സ്മൂത്ത് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഔട്ട്പുട്ട് ഓഫ് PLL. Okay. So output is fed back to input through signal. Okay, ഇവിടെ സിഗ്നൽ ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ VCO ഔട്ട്പുട്ട് ഇൻപുട്ട് എന്ന് പറയുന്നത്, that is output of low pass filter, will be proportional to the phase difference or frequency difference between these two signals, and in pre-running mode, that is no input signal is applied, it will work. VCO will work with the zero input voltage, and that voltage is free running frequency, free running condition, free running frequency, and that condition is called the free running condition. Free running frequency is the output frequency of VCO when input to the VCO is 0 volt. അപ്പൊ 0 വോൾട്ട് ആണെങ്കിലും VCO ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ വർക്ക് ചെയ്തിരിക്കും. അപ്പൊ ഇനി ഇൻപുട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഫ്രീക്വൻസിയിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഇൻപുട്ട് സിഗ്നൽ ആണ് വരുന്നത്. ഒന്നെങ്കിൽ ലോവർ വാല്യൂ ആയിരിക്കും, അല്ലെങ്കിൽ അപ്പർ വാല്യൂ ആയിരിക്കും. അപ്പൊ ഹയർ വാല്യൂ ആണ് if Fi is higher than F0. Okay, then phase detector output will produce a signal that is difference between frequency of input
signal and VC output signal. അപ്പോൾ ഇതിന്റെ ഫ്രീക്വൻസി ഡിഫറൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ആണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുക. ആ ഒരു ഔട്ട്പുട്ട് പോസിറ്റീവ് ആയിരിക്കും ഇവിടെ വരിക. So here we have a positive voltage. So positive voltage is applied to VCO. That means F0 increases. F0 increases. So F0 എന്ന് പറയുന്നത് VCO output frequency try to capture this. ഇതിനെ capture ചെയ്യാൻ ശ്രമിക്കും. Okay. And that condition is called capturing. Capture mode of working. Capture mode. Capture mode എന്ന് പറയുമ്പോൾ ഇതിന് ഈ ഒരു ഫ്രീക്വൻസിയെ ഫോളോ ചെയ്യാൻ തുടങ്ങും. അതാണ് ക്യാപ്ചർ മോഡ് വർക്കിംഗ്. ഫോളോ ചെയ്ത് കഴിഞ്ഞ് അത് ആ ഒരു ഫ്രീക്വൻസി ആയിട്ട് ഈക്വൽ ആയിട്ട് മാറുകയോ അല്ലെങ്കിൽ അതേ ഫേസ് ഡിഫറൻസ് പ്രൊഡ്യൂസ് ചെയ്യുകയോ ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഫേസ് ഷിഫ്റ്റ് ഔട്ട്പുട്ട് കുറഞ്ഞ് വരും. അപ്പൊ അതിനനുസരിച്ച് ഇവിടുത്തെ ഒരു വോൾട്ടേജ് ഒരു ഫിക്സഡ് വോൾട്ടേജിലേക്ക് വരും. അത് അതർവൈസ് ദിസ് വോൾട്ടേജ് വിൽ വേരി. ഇവിടെ ഉള്ള വോൾട്ടേജ് ഇങ്ങനെ വേരി ചെയ്യും. പക്ഷെ ഇത് ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് വോൾട്ടേജ് ബിക്കം എ ഫിക്സഡ് വാല്യൂ ആൻഡ് VC ഔട്ട്പുട്ട് ഫ്രീക്വൻസി FI become FI equal to ഇൻപുട്ട് സിഗ്നൽ ഫ്രീക്വൻസി. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന ഒരു കണ്ടീഷനിലേക്ക് എത്തുമ്പോൾ ലോക്ക്ഡ് കണ്ടീഷനാണ്, ലോക്ക്ഡ് മോഡ്. അപ്പോൾ ക്യാപ്ചറിങ് മോഡിന് ശേഷം അത് ലോക്ക്ഡ് കണ്ടീഷനിലേക്ക് പോകും. ദാറ്റ് ഈസ് കാൾഡ് ലോക്ക്ഡ് മോഡ്. അപ്പോൾ ലോക്ക്ഡ് മോഡിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ VCO will output frequency will follow the input signal frequency when it is in locked mode. അപ്പോൾ ഇങ്ങനെ 3 കണ്ടീഷൻ വരും: ഫ്രീ റണ്ണിങ് കണ്ടീഷൻ, ക്യാപ്ചർ മോഡ് ആൻഡ് ലോക്ക്ഡ് മോഡ് ഓർ ലോക്കിംഗ് മോഡ് എന്ന് പറയും. അപ്പോൾ ഇത്തരത്തിലാണ് ബേസിക് ആയിട്ട് PLL വർക്ക് ചെയ്യുന്നത്. PLL ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിസ്റ്റം തന്നെയാണ്, കാരണം VCO അതിന്റെ ഒരു പാർട്ട് മാത്രമാണ്. ബേസിക്കലി ഈ VCO അല്ല PLLന്റെ വർക്കിംഗ് ഡിറ്റർമിൻ ചെയ്യുന്നത് അതിന്റെ പവർ എന്ന് പറയുന്നത് ആക്ച്വലി ഈ ഫിൽറ്റർ ആണ് ഡിറ്റർമിൻ ചെയ്യുന്നത് കേട്ടോ. ഫിൽറ്റർ ആണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസൈൻ ബ്ലോക്ക് എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ബ്ലോക്കാണ് ഈ ഫിൽറ്റർ എന്ന് പറയുന്നത്. ഫിൽറ്ററിന്റെ ഡിസൈൻ അനുസരിച്ചാണ് ഇതിന്റെ ഓപ്പറേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഫിൽറ്റർ വളരെ നല്ല ഫിൽറ്റർ ആണെങ്കിൽ ഇതിന് വളരെ വലിയ റേഞ്ച് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഒരു വലിയ റേഞ്ചിൽ തന്നെ അത് ലോക്ക്ഡ് മോഡിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അതർവൈസ് ക്യാപ്ചർ മോഡ് റേഞ്ച് ആൻഡ് ലോക്ക് റേഞ്ച് വിൽ ബി വെരി സ്മോൾ. ഇതെല്ലാം ഫ്രീക്വൻസി റേഞ്ച് ആയിട്ടാണ് നമ്മൾ പറയാം. ക്യാപ്ചർ റേഞ്ച് അതുപോലെ ലോക്ക് റേഞ്ച് എല്ലാം ഫ്രീക്വൻസിയുടെ ഒരു റേഞ്ച് ആയിട്ടാണ് അത് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ IC-യിലേക്ക് പോകാം. IC-യിലേക്ക് വരുമ്പോൾ PLL IC ആയിട്ട് വരുന്നത് 565 എന്ന് പറയുന്ന IC-യാണ്. 565. The first point is PLL 565 is usable over frequency range 0.1 Hz to 500 kHz. Frequency range is from 0.1 Hz, very low frequency, to 500 kHz. Okay, നമുക്കൊരു മോഡറേറ്റ് ഹൈ വാല്യൂ വരെ ഇതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. 0.5 Hz to 500 kHz. It has highly stable center frequency and able to achieve a very linear FM detection. Basic use of PLL is in FM detection. Frequency modulation signal detect ചെയ്യാൻ വേണ്ടിയിട്ടാണ്. It has highly stable center frequency. Center frequency is denoted as F0. Center frequency F0 or free running frequency, and is able to achieve a very linear FM detection. And able to achieve a very linear FM detection. Third point is, so it is using a dual supply and used dual supply
plus or minus 6 volt to plus or minus 12 volt. It can also work in single supply mode. Single supply. Positive, negative വേണ്ട. ആ കേസിൽ പ്ലസ് 12 വോൾട്ട് ടു പ്ലസ് 24 വോൾട്ട് വരെ അതിന് കൊടുക്കാം. ഒരു ടെർമിനൽ ഗ്രൗണ്ട് ചെയ്യാം, മറ്റേ ടെർമിനൽ 24 വോൾട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന് രണ്ട് ടെർമിനൽ ഉണ്ട്, വി മൈനസ് ആൻഡ് വി പ്ലസ്. വി മൈനസും വി പ്ലസും രണ്ട് ടെർമിനൽ ഉണ്ട്. ഡ്യുവൽ സപ്ലൈ ആണെങ്കിൽ വി മൈനസിൽ നമ്മൾ -6 വോൾട്ട് ടു -12 വോൾട്ട് വരെയുള്ള ഏത് വോൾട്ടേജ് റേഞ്ച് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പോസിറ്റീവ് ടെർമിനലിൽ നമ്മൾ കൊടുക്കുന്നത് പോസിറ്റീവ് സപ്ലൈയിൽ +6 ടു +12 വരെ കൊടുക്കാം. ഇനി സിംഗിൾ സപ്ലൈ ആണെങ്കിൽ നെഗറ്റീവ് ടെർമിനലിൽ ഗ്രൗണ്ട് ആണ് കൊടുക്കുന്നത്, പോസിറ്റീവ് ടെർമിനൽ +12 വോൾട്ട് ടു +24 വോൾട്ട് വരെ അപ്ലൈ ചെയ്യാം. സിംഗിൾ സപ്ലൈ ആയിട്ട് യൂസ് ചെയ്യാം. This is a 14 pin IC. The 14 pin IC. പിൻ ഡയഗ്രാം ആണ് നമ്മളിവിടെ വരയ്ക്കുന്നത്. 14 പിൻ IC ആണ് പിൻ ഡയഗ്രാം. ഓക്കെ, പിൻ നമ്പർ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14. Okay. Pin number 1 is negative supply. Pin number 2 is input. There will be two input 1 and input 2. രണ്ട് ഇൻപുട്ട് കൊടുക്കാം. ഇവിടെ നമുക്ക് രണ്ട് ഇൻപുട്ട് കൊടുക്കാം. So this is VCO output. VCO output is taken from pin number 4. അതും പോസിബിൾ ആണ്. VCO output can be taken. ഓക്കെ, അവിടെ കണക്റ്റഡ് അല്ല, അത് നമുക്ക് ഓപ്പൺ ആയിട്ട് അവൈലബിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇൻപുട്ട് ടു ഫേസ് ഡിറ്റക്ടർ. ഇൻപുട്ട് ടു ഫേസ് ഡിറ്റക്ടർ. Phase detector, that is output of VCO, can be connected here. Output of VCO can be directly connected here. 4 ഉം 5 അങ്ങോട്ട് ഷോർട്ട് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ റഫറൻസ് ഔട്ട്പുട്ട്. Pin number 6 is reference output. Then pin number 7 is demodulator output. Pin number 7 is demodulator output. Pin number 8 is external resistance for VCO. External R for VCO. This is external capacitor for VCO. VCO like വേണ്ട timing resistance and capacitor. 10 is plus V, positive supply. Pin number 11 to 14 is no connection. No connection pins ആണ്. ഇത്രയാണ് ഇതിന്റെ പിൻ നമ്പർ, പിൻ ഡയഗ്രാം എന്ന് പറയുന്നത്. IC 565. ഓക്കെ, PLL. IC 565 PLL. അതിന്റെ പിൻ ഡയഗ്രാം ഓർത്തിരിക്കുക. 14 പിൻ IC ആണ്. Pin number 11 to 14 are not used. Used in manufacturing സമയത്ത് മാത്രം അത് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ പിൻ നമ്പർ 1 നെഗറ്റീവ് സപ്ലൈ. പിൻ നമ്പർ 2 is input. Pin number 3 is also input. Then pin number 4 is VCO output. Pin number 5 is input to the phase detector. Pin number 6 is reference output. Pin number 7 is demodulator output. Pin number 8 is external resistance for VCO. Pin number 9 is external capacitor for VCO. ഇത്രയും പിന്നാണ് പിൻ ഡയഗ്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. സർ, ഇതില് റെഫറൻസ് ഔട്ട്പുട്ട്, ഡിമോഡുലേറ്റർ ഔട്ട്പുട്ട് എന്നൊക്കെ പറഞ്ഞ റെഫറൻസ് ഔട്ട്പുട്ട് ഫേസ് ഡിറ്റക്ടറിന്റെ ഔട്ട്പുട്ടാണോ പറയുന്നത്? ഫേസ് ഡിറ്റക്ടറിന്റെ ഔട്ട്പുട്ട് അല്ല,
റെഫറൻസ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഡിമോഡുലേറ്റർ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ പറഞ്ഞുതരാം. നമുക്ക് ഇത് രണ്ടും നമുക്ക് ആവശ്യം മീൻസ് ഇന്റേണൽ ആവശ്യത്തിനുള്ളതാണ്, VCO ഔട്ട്പുട്ട് ആൻഡ് ഇത്. പിന്നെ നമുക്ക് ഈ ബ്ലോക്ക് ഇല്ലേ, അതായത് ലൂപ്പ് ഫിൽറ്ററിന്റെ ഔട്ട്പുട്ട് ഇല്ലേ, ഓക്കെ, ലൂപ്പ് ഫിൽറ്ററിന്റെ ഔട്ട്പുട്ടാണ് നമ്മൾ റെഫറൻസ് ഔട്ട്പുട്ട് ആയിട്ട് എടുക്കുന്നത്. അതായത് റെഫറൻസ് ഔട്ട്പുട്ട് ആയിട്ട് നമ്മൾ എടുക്കുന്നത് ആ VCOയുടെ ഇൻപുട്ട് ആയിട്ട് വരുന്നതാണ്. അതാണ് ആക്ച്വൽ ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത്. ഡിമോഡുലേറ്റർ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ ഡിമോഡുലേറ്റർ ഔട്ട്പുട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് നോക്കേണ്ടി വരും എന്താണ് ഡിമോഡുലേറ്റർ ഔട്ട്പുട്ട് എന്നുള്ളത്. റെഫറൻസ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ലൂപ്പ് ഫിൽറ്ററിന്റെ ഔട്ട്പുട്ട് ആണ്, ദാറ്റ് ഈസ് ഔട്ട്പുട്ട് ഓഫ് VCO. ഓക്കെ, അതൊക്കെയാണ്. ഡിമോഡുലേറ്റർ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ ഫേസ് ഡിറ്റക്ടർ ഡിമോഡുലേറ്റർ ചിലപ്പോ ഫേസ് ഡിറ്റക്ടർ ഔട്ട്പുട്ട് ആവും, വേറെ ഒന്നും അവിടെ നിന്ന് എടുക്കാനില്ലല്ലോ. ഡിമോഡുലേറ്റർ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ ഫേസ് ഡിറ്റക്ടർ ഔട്ട്പുട്ട് തന്നെ ആയിരിക്കാം. വേറെ ഒന്നും അതിൽ നിന്ന് നമുക്ക് ഇത്രയും ബ്ലോക്കാണ്, ഈ ബ്ലോക്കിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ എടുക്കുന്നതിലൊന്നും മീനിങ് ഇല്ല. ഓട്ടോ ഒന്നും ഫേസ് ഡിറ്റക്ടർ അല്ല, അതിന്റെ ഉള്ളിൽ നിന്ന് എടുക്കുന്നതിൽ ഒരു മീനിങ് ഇല്ലല്ലോ. ഓക്കെ, ഇവിടെ നമുക്ക് ഈ രണ്ടും ഓക്കെ ആണല്ലോ അല്ലെ, VCO ഔട്ട്പുട്ട് പുറത്തേക്ക് എടുക്കാം. ഇത് മാത്രമല്ലേ പിന്നെ ഡിമോഡുലേറ്റർ ഔട്ട്പുട്ടും പിന്നെ 2ഉം 3 എന്ന് പറഞ്ഞാല് നമുക്ക് ഫേസ് ഡിറ്റക്ടറിലേക്ക് നേരിട്ട് 2 ഇൻപുട്ട് കൊടുക്കാന്നാണോ, VCO ഒന്നും കൊടുക്കാതെ? 2ഉം 3 രണ്ട് ഇൻപുട്ട് അല്ലേ, രണ്ട് ഇൻപുട്ട് കൊടുക്കുന്നത്. ഒന്ന് ഡയറക്റ്റ് നമുക്ക് ഇൻപുട്ട് കൊടുക്കുന്നത് ഫേസ് ഡിറ്റക്ടറിലേക്ക്. അതെ 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 അത് തന്നെയാണ്. ഓക്കെ, ഇവിടെ നിന്നുള്ള ഔട്ട്പുട്ട് നമുക്ക് എടുക്കാം. ഇത് കൊടുത്തിട്ടില്ല, ഇതിലേക്ക് കൊടുത്തിട്ടില്ല അത്. ഓക്കെ, ഫേസ് ഡിറ്റക്ടറിൽ രണ്ട് ഇൻപുട്ട് എന്തായാലും വേണം, അത് നമുക്ക് ഇവിടെ നിന്ന് എടുത്ത് കൊടുക്കാം. അല്ല, ഫേസ് ഡിറ്റക്ടർ ഇൻപുട്ടിലേക്ക് മറ്റൊരു ടെർമിനലാണ്. ഇവിടെ അല്ലേ പിൻ നമ്പർ 5-ലില്ലേ, 5-ൽ പറയുന്നത് അത് ഫേസ് ഡിറ്റക്ടറിലേക്ക് കൊടുക്കാവുന്ന ഒരു ഇൻപുട്ടാണ്. ഈ ഒരു കണക്ഷനാണ്, അത് ഫേസ് ഡിറ്റക്ടർ ആണ്. PD ആണെങ്കിൽ പിൻ നമ്പർ 4 എന്ന് പറയുന്നത് ഇതാണ്, VCOന്റെ ഔട്ട്പുട്ടാണ്. പിൻ നമ്പർ 5 എന്ന് പറയുന്നത് നമ്മൾ ഫേസ് ഡിറ്റക്ടറിലേക്ക് ഒരു ഇൻപുട്ട് കൊടുക്കുന്നുണ്ടല്ലോ, അതായത് VCOന്റെ ഔട്ട്പുട്ട് എടുത്ത് കൊടുക്കുന്നില്ലേ, ആ ടെർമിനലാണ് പിൻ നമ്പർ 5 ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ പിൻ നമ്പർ ഇതിനകത്ത് രണ്ട് ഇൻപുട്ട് കാണിച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, അത് ഒരു ഇൻപുട്ട് എന്തായാലും PD-യിലേക്കുള്ള ഇൻപുട്ടാണ്, മറ്റേ ഇൻപുട്ട് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഞാൻ പറയാം. ഓക്കെ ഓക്കെ, പിന്നെ ബാക്കിയുള്ളതെല്ലാം ഓക്കെ ആണല്ലോ അല്ലേ, ഇവിടെ ഒരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ അല്ലേ. പിന്നീട് നമുക്ക് ഇപ്പുറത്ത് പിൻ നമ്പർ 8 external resistance for VCO, external capacitance for VCO, and pin number 10 is positive supply voltage. Yes, pin number 2 and pin number 3 അല്ലേ. Yes, അത് PD-യുടെ തന്നെ രണ്ട് ഇൻപുട്ട് തന്നെയാണ്. ഓക്കെ, ഫേസ് ഡിറ്റക്ടറിന്റെ രണ്ട് ഇൻപുട്ട് തന്നെയാണ്, എക്സ്റ്റേണൽ ആയിട്ട് നമുക്ക് ഇൻപുട്ട് കൊടുക്കാൻ പറ്റുന്ന ഇൻപുട്ട് തന്നെയാണ്. ഈ 5 എന്ന് പറയുന്നത് ഈ VCOന്റെ ഔട്ട്പുട്ട് കണക്ട് ചെയ്യാൻ ഉള്ള ഒരു ഇൻപുട്ട് തന്നെയാണ്. ഓക്കെ, പറഞ്ഞ ഷിജു അല്ലേ സംസാരിച്ചതിപ്പോ? അതെ സർ. അതെ, അപ്പൊ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. ഈ രണ്ട് ഇൻപുട്ട് ഇല്ലേ, അത് PD-യുടെ രണ്ട് ഇൻപുട്ട് തന്നെയാണ്. ഓക്കെ, PD-യുടെ രണ്ട് ഇൻപുട്ട് തന്നെയാണ്. 3 ഇൻപുട്ട് കൊടുക്കാൻ പറ്റില്ല അറ്റ് എ ടൈം, ഒന്നുകിൽ 2 എക്സ്റ്റേണൽ അല്ലെങ്കിൽ അതെ, രണ്ടെണ്ണേ കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഫേസ് ഡിറ്റക്ടർ ഒരു സിംഗിൾ ബ്ലോക്ക് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ 2ഉം 3ഉം കൊടുക്കുക, 4ഉം 5ഉം ഓപ്പൺ ആയിട്ടില്ല, അത് കണക്ട് ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്യാം. അപ്പൊ നമുക്ക് ഈ രണ്ട് യൂണിറ്റ് മാത്രം അതിന്റെ ഫേസ് ഡിറ്റക്ടർ ഔട്ട്പുട്ട് ലൂപ്പ് ഫിൽറ്ററിലൂടെ പാസ് ചെയ്ത് ആംപ്ലിഫൈ ചെയ്തിട്ട് അങ്ങനെ കിട്ടും. ഓക്കെ, ആ 2ഉം 3ഉം നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള രണ്ട് ഇൻപുട്ട് കൊടുക്കാം. എന്ന് വെച്ചാൽ 2 കൊടുത്തു 3 കൊടുക്കാതെ
അങ്ങനെ ചെയ്യാം. 5ഉം 4ഉം കൂടെ കണക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഒരു ലൂപ്പ് ആയിട്ടാണ് കിട്ടുക. ഇവിടെ ഓൾറെഡി ഇതൊരു ലൂപ്പ്, ക്ലോസ് ലൂപ്പ് അല്ല. അത് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ക്ലോസ് ലൂപ്പ് ആയിട്ട് മാറുള്ളൂ. പിന്നെ നമുക്ക് 6ഉം 7ഉം പറഞ്ഞില്ലേ, 6ഉം 7ഉം പറഞ്ഞില്ലേ, അത് ഈ ലൂപ്പ് ഫിൽറ്ററിന്റെ ഔട്ട്പുട്ടിൽ നിന്ന് തന്നെയാണ്, പിഡിയുടെ ഔട്ട്പുട്ട് അല്ല. ആ ലൂപ്പ് ഫിൽറ്റർ വിത്ത് ആംപ്ലിഫയർ ഇല്ലേ, ഫിൽറ്റർ വിത്ത് ആംപ്ലിഫയർ ഇല്ലേ, അതിൽ അതെ അതെ രണ്ടാമത്തെ ബ്ലോക്ക്, പിഡി കഴിഞ്ഞിട്ട് വരുന്ന ബ്ലോക്കില്ലേ, ആ ഒരു ബ്ലോക്കിൽ നമുക്ക് എക്സ്റ്റേണൽ കപ്പാസിറ്റർ കൊടുത്തിട്ട് നമുക്ക് കൊടുക്കാം. അതായത് ഈ VCOയുടെ കപ്പാസിറ്റർ അല്ലാതെ എക്സ്റ്റേണൽ ഫിൽറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്ന രീതിയിൽ കപ്പാസിറ്റർ കൊടുക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ കപ്പാസിറ്റർ കൊടുക്കുമ്പോൾ അതൊരു ലോ പാസ് ഫിൽറ്റർ ആയിട്ട് വർക്ക് ചെയ്യും. ആ ഒരു ടെർമിനലിൽ നിന്ന് നമുക്ക് ഡീമോഡുലേറ്റർ ഔട്ട്പുട്ട് എടുക്കാം. ഈ എക്സ്റ്റേണൽ കപ്പാസിറ്റർ കൊടുക്കാതെ ഡയറക്റ്റ് ആയിട്ട് എടുക്കുന്ന ഔട്ട്പുട്ടാണ് റെഫറൻസ് ഔട്ട്പുട്ട് ആയിട്ട് പറയുന്നത്. ഇവിടെ ഒരു ആംപ്ലിഫയർ സ്റ്റേജ് ഉണ്ടാവല്ലോ, ഫിൽറ്റർ ആംപ്ലിഫയർ. നമ്മൾ ലാബിൽ ചെയ്യുമ്പോ അവിടെ പുറത്ത് LPF കൊടുത്തിട്ടാണ്, പാസീവ് കോമ്പണൻസ് കൊടുത്തിട്ടാണ് അതിൽ നിന്നാണല്ലോ ഔട്ട്പുട്ട് എടുക്കാറുള്ളത്. അതിന് മുമ്പുള്ള ഔട്ട്പുട്ടാണ് ഈ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ശരി, അതെ അതെ. ആ ഒരു ഫിൽറ്റർ കൊടുത്തിട്ടുള്ള, ലോ പാസ് ഫിൽറ്റർ കൊടുത്തിട്ടുള്ള ഔട്ട്പുട്ടാണ് പിൻ നമ്പർ 7 കിട്ടുക. അതായത് ഡീമോഡുലേറ്റർ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മളെ ഫിൽറ്റർ എക്സ്റ്റേണലി കണക്ട് ചെയ്യാണ്. അതായത് പിഡിയുടെ ഔട്ട്പുട്ട് ഡയറക്റ്റ് ആയിട്ട് ആംപ്ലിഫയറിലൂടെ പാസ് ചെയ്തിട്ട് കിട്ടുന്ന ഔട്ട്പുട്ടാണ് റെഫറൻസ് ഔട്ട്പുട്ട് ആയിട്ട് വരിക. ഓക്കെ, അതിന്റെ ഡീമോഡുലേറ്റർ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ആ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫിൽറ്റർ ഇല്ലേ, ഫിൽറ്ററിന്റെ ഔട്ട്പുട്ടാണ്, ഫിൽറ്റേർഡ് ആയിട്ടുള്ള ഔട്ട്പുട്ടാണ്. അത് ഫിൽറ്റർ ചെയ്യാതെ ഡയറക്റ്റ് കിട്ടുന്നതാണ് റെഫറൻസ് ഔട്ട്പുട്ട്. അത് ഫിൽറ്റർ ചെയ്താൽ കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഡീമോഡുലേറ്റർ ഔട്ട്പുട്ട്. ഒരു കാര്യം ചെയ്യാം, ഞാൻ അതിന്റെ ഇന്റേണൽ ബ്ലോക്ക് ഡയഗ്രാം കൂടെ വരയ്ക്കാം, അപ്പൊ ക്ലിയർ ആവും. ഇന്റേണൽ ബ്ലോക്ക് ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് പിൻ ഡയഗ്രത്തിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടില്ലല്ലോ. നമുക്ക് അതിന്റെ ഇന്റേണൽ ബ്ലോക്ക് ഡയഗ്രാം നോക്കാം. ഇന്റേണൽ ബ്ലോക്ക് ഡയഗ്രത്തില് പിന്നെ മെയിൻ ആയിട്ടുള്ള ബ്ലോക്ക് നമുക്ക് കാണിക്കാം. ഇത് ലൂപ്പ് ഫിൽറ്റർ എന്ന് പറയുന്നത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. എക്സ്റ്റേണൽ ആയിട്ടുള്ള കണക്ട് ചെയ്യുന്ന കപ്പാസിറ്ററും റെസിസ്റ്ററുമാണ്. ആദ്യം ഫേസ് ഡിറ്റക്ടർ. ഫേസ് ഡിറ്റക്ടറിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിൻ നമ്പർ 2ഉം പിൻ നമ്പർ 3യും എക്സ്റ്റേണൽ ആയിട്ടുള്ള 2 ഇൻപുട്സ് ആണ്. പിൻ നമ്പർ 5ന്റെ പ്രത്യേകത അത് VCOയുടെ ഔട്ട്പുട്ട് കണക്ട് ചെയ്യുന്ന ടെർമിനലാണ്. ഇത് നേരെ കൊടുക്കുന്നത് ഫിൽറ്ററിലേക്കല്ല, അതിനു മുമ്പ് ഒരു ആംപ്ലിഫയറിലേക്കാണ്. ആംപ്ലിഫയർ ഫേസ് ഡിറ്റക്ടർ ഔട്ട്പുട്ട് ഈസ് അപ്ലൈഡ് ടു ആംപ്ലിഫയർ. ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ടിലാണ് നമ്മൾ ഫിൽറ്റർ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇന്റേണലി ഒരു റെസിസ്റ്റൻസ് അതിനകത്തുണ്ട്, അതുകൊണ്ട് അത് 3.6K കിലോ ഓം റെസിസ്റ്റൻസ് ആണ്. R2 പിന്നെ ഇന്റേണലി വരുന്ന റെസിസ്റ്റൻസ് ആണ്. ഇവിടെ നമ്മൾ പിൻ നമ്പർ 10 ആയിട്ട് യൂസ് ചെയ്യുന്നത്, പിൻ നമ്പർ 10 is +V, positive supply. So capacitor is connected. Yeah. So this will work as C2 and R2 will work as low pass filter. Okay. ഈ ടെർമിനലാണ് പിൻ നമ്പർ 7. അപ്പൊ ഫിൽറ്റേർഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആണ് ഡീമോഡുലേറ്റർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അതിന് പകരം ഇവിടെ നിന്ന് നമുക്ക് പിൻ നമ്പർ 6ൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ട് എടുക്കാം. അപ്പൊ നമുക്ക് ഫിൽറ്റർ നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം കിട്ടുന്നുണ്ട്. പിൻ നമ്പർ 7നും 10നും ഇടയ്ക്ക് നമ്മൾ കണക്ട് ചെയ്യുന്ന കപ്പാസിറ്റർ ആണ് അതിന്റെ ഫിൽറ്ററിന്റെ കപ്പാസിറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഇന്റേണലി ഒരു 3.6K കിലോ, അത് ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ടിൽ വരുന്ന റെസിസ്റ്റൻസ് ആണ്. ആ ഒരു റെസിസ്റ്റൻസ് ഇന്റേണലി. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്നാണ് ഇവിടെ ഒരു ഫിൽറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ കപ്പാസിറ്ററും കൂടെ വരുമ്പോൾ ഫിൽറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഈ R2 എന്നുള്ള ഈ ഔട്ട്പുട്ടിൽ നിന്നാണ്, അതായത് പിൻ നമ്പർ 7ന്റെ ഔട്ട്പുട്ടാണ് നമ്മൾ VCOയുടെ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത്. VCO ഇൻപുട്ട്. ഓക്കെ,
VCO ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നു. ഇതിന്റെ VCOന്റെ ഔട്ട്പുട്ട് നമ്മൾ പറഞ്ഞു, ഔട്ട്പുട്ട് പിൻ നമ്പർ 4 ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, VCOയുടെ ടൈമിംഗ് ഡിറ്റർമിൻ ചെയ്യുന്ന റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്നത് ഏതൊക്കെ പിന്നിലാണ് ഞാൻ പറഞ്ഞു? പിൻ നമ്പർ ഏതൊക്കെ പിന്നാണ്? 8 ഉം 9 ഉം. 8 ഉം 9 ഉം അല്ലെ? 8ൽ ഏതാ കണക്ട് ചെയ്യുന്നത്? RT റെസിസ്റ്റൻസ് R1 എന്നാണ് അതിൽ കൊടുത്തിട്ടുള്ളത് അല്ലെ? R1. ഓക്കെ, ആൻഡ് കപ്പാസിറ്റർ ഈസ് കണക്റ്റഡ്. ഇത് നേരെ നമ്മൾ R1 വഴി പ്ലസ് വിയിലേക്ക് കണക്ട് ചെയ്യും. വെൽക്കം ബാക്ക്. നോക്കൂ, 8 എന്നുള്ള ടെർമിനലാണ് എക്സ്റ്റേണൽ ഫോർ VCO. ദെൻ കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്ന പിൻ നമ്പർ 9 ആണ് അല്ലെ? പിൻ നമ്പർ 1 എന്ന് പറയുന്നത് നെഗറ്റീവ് സപ്ലൈ ആണ്. പിൻ നമ്പർ 1 നെഗറ്റീവ് സപ്ലൈ, കപ്പാസിറ്റർ കണക്റ്റഡ് ടു നെഗറ്റീവ് സപ്ലൈ മൈനസ്. ഓക്കെ, ഇത്രയാണ് ഇന്റേണൽ ബ്ലോക്ക് ഡയഗ്രം. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആണല്ലോ അല്ലെ? ആ ഒരു കൺഫ്യൂഷൻ മാറി. PDയിലേക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള അതുപോലെ ഡിമോഡുലേറ്റർ ഔട്ട്പുട്ട് മീൻ ഫിൽറ്റർ ഔട്ട്പുട്ട് ആണ്. ഓക്കെ, PDയുടെ ഔട്ട്പുട്ട് നേരെ ആംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് റെഫറൻസ് ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത്. ദിസ് ഈസ് PLL 565 ഇന്റേണൽ ബ്ലോക്ക് ഡയഗ്രം. ഇതിന്റെ ഫീച്ചേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ പോയിന്റ്സ് ആയിരുന്നെങ്കിൽ നോട്ട് ചെയ്യാവുന്നതാണ്. ഫീച്ചേഴ്സ് ഓഫ് IC 565. First point, extremely stable center frequency. First point is it is having stable center frequency. Center frequency is stable. Second point, wide range of operating voltage. Operating voltage range plus or minus 6 volt to plus or minus 12 volt. Power supply plus or minus 6 നും plus or minus 12 നും ഇടയ്ക്കുള്ള ഏത് വോൾട്ടേജിലും വർക്ക് ചെയ്യും. അടുത്ത പോയിന്റ്, വെരി ഹൈ ലീനിയാരിറ്റി ഓഫ് demodulation output. Very high linearity of demodulation. Typically 0.2%. അതാണ് ലീനിയാരിറ്റിയിലുള്ള ചേഞ്ച് വരുന്നത് കേട്ടോ. ലീനിയാരിറ്റി ചേഞ്ച് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ചേഞ്ചുകൾ. വെരി ഹൈ ലീനിയാരിറ്റി ഓഫ് ഡിമോഡുലേഷൻ, FM ഡിമോഡുലേഷൻ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. Next point, center frequency of VCO is programmable by means of resistor, capacitor or voltage. Center frequency can be programmed. So it is programmable by means of external resistance R1, C1 or by voltage.
വോൾട്ടേജ് പവർ സപ്ലൈക്ക് അനുസരിച്ച് നമുക്ക് വേരി ചെയ്യാം. Next point is TTL compatible square wave output. TTL നമുക്കറിയാം ലോജിക് ഫാമിലിയിൽ വരുന്നതാണ്, ലോജിക് ഫാമിലിയിൽ. അപ്പോൾ TTL compatible ആണ്. TTL compatible square wave output. Next point, highly linear triangular wave output available at pin number 9. Pin number 9. Pin number 9 is VCO capacitor voltage. Pin number 9 is voltage across capacitor. So this is triangular wave. So capacitor constant current കൊണ്ട് ചാർജ് ചെയ്യാണ്. കോൺസ്റ്റന്റ് കറന്റ് സോഴ്സ് കൊണ്ട് ചാർജ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കപ്പാസിറ്റർ അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് ഒരു ട്രയാങ്കുലർ വേവ് ഔട്ട്പുട്ട് ആണ്. So triangular wave output is available at pin number 9. Next point, loop can be broken between pin number 4 and pin number 5. Loop can be broken between pin number 4 and 5. So external circuit can be added. External circuit can be added between pin number 4 and 5. കാരണം ലൂപ്പ് മേക്ക് ചെയ്തിട്ടില്ല, നമുക്ക് വേണമെങ്കിൽ ലൂപ്പ് ഇവിടെ ഓൾറെഡി ബ്രോക്കൺ കണ്ടീഷൻ ആണ്. വി ക്യാൻ ആഡ് എക്സ്റ്റേണൽ സർക്യൂട്ട്. നെക്സ്റ്റ്, അപ്പൊ അത് ഇത് എവിടെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീക്വൻസി ഡിവൈഡർ ഒക്കെ അല്ലെങ്കിൽ ഫ്രീക്വൻസി സിന്തസൈസർ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ വി ക്യാൻ യൂസ് എ ഫ്രീക്വൻസി ഡിവൈഡർ നെറ്റ്വർക്ക് ഹിയർ. ഫ്രീക്വൻസി ഡിവൈഡർ നെറ്റ്വർക്ക് ഇവിടെ യൂസ് ചെയ്താൽ ഡിവൈഡഡ് ബൈ 10 നെറ്റ്വർക്ക് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ വി വിൽ ഹാവ് ഫ്രീക്വൻസി മൾട്ടിപ്ലയർ അറ്റ് ദ ഔട്ട്പുട്ട്. ഇവിടെ കപ്പാസിറ്റർ അക്രോസ് വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ VCO ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഡിവൈഡഡ് ബൈ 10 സർക്യൂട്ട് ആണ് യൂസ് ചെയ്യുന്നത്. ഫ്രീക്വൻസി ഡിവൈഡർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ 10x എന്ന് പറഞ്ഞിട്ടാണ് വരിക. ബൈ 10 നെറ്റ്വർക്ക് ആണ് യൂസ് ചെയ്യുന്നത്, 10x ആണ്. അപ്പോൾ ഇൻപുട്ട് ഫ്രീക്വൻസിയുടെ 10 ടൈംസ് ആയിരിക്കും VCO ഔട്ട്പുട്ട് ഫ്രീക്വൻസി വരുന്നത്. അപ്പോൾ ഫ്രീക്വൻസി സിന്തസൈസർ എന്ന് പറയുന്ന സർക്യൂട്ട് നമുക്ക് ഇതിൽ ഉണ്ടാക്കാൻ പറ്റും. അടുത്ത പോയിന്റ്, ഫ്രീക്വൻസി അഡ്ജസ്റ്റബിൾ ഓവർ ദ റേഞ്ച് 1:10. Frequency adjustable over the range 1 to 10 with a single capacitor. By using a single capacitor, we can adjust frequency in the range 1 to 10. Okay. ഇത്രയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത്. ഒരുപാട് ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. FM ഡിമോഡുലേറ്റർ ആപ്ലിക്കേഷൻസിൽ പ്രധാനപ്പെട്ടത് FM, FSK ഡിമോഡുലേറ്റർ, ഫ്രീക്വൻസി സിന്തസൈസർ മൾട്ടിപ്ലയർ or synthesizer, frequency synthesizer, ഫേസ് ഡിറ്റക്ടർ ആയിട്ട് വർക്ക് ചെയ്യും. ഓൾറെഡി നമ്മൾ പറഞ്ഞു ഫേസ് ഡിറ്റക്ടറിന്റെ ഔട്ട്പുട്ട് നമുക്ക് എടുക്കാം. സ്ക്വയർ വേവ് or triangular wave generator, etc. ഒരുപാട് ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. ഒരുപാട് ആപ്ലിക്കേഷനിൽ വരുന്നതാണ് FM. ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ് FM ഡിമോഡുലേറ്റർ, FSK ഡിമോഡുലേറ്റർ, ഫ്രീക്വൻസി സിന്തസൈസർ or ഫ്രീക്വൻസി മൾട്ടിപ്ലയർ, സ്ക്വയർ വേവ് or triangular wave generator, etc. അപ്പോൾ ഇതിന്റെ ഓപ്പറേഷൻ കുറച്ച് കോംപ്ലക്സ് ആണ്. കാരണം ഫ്രീ റണ്ണിങ് കണ്ടീഷൻ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ നമ്മൾ പറയണം. അതുപോലെ ക്യാപ്ചർ അതുപോലെ ലോക്ക് റേഞ്ച് ആൻഡ് ക്യാപ്ചർ റേഞ്ച് എന്ന് പറയുന്ന ആ ഒരു
ക്വാണ്ടിറ്റീസ് ഒക്കെ വരുന്നത്. ക്യാപ്ചറിങ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്ലോക്ക് എന്ന് പറയുന്നത് ലൂപ്പ് ഫിൽട്ടർ ആണ്. ലൂപ്പ് ഫിൽറ്ററിനനുസരിച്ചാണ് ഇതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. എത്ര പെട്ടെന്ന് അത് ലോക്ക്ഡ് കണ്ടീഷനിലേക്ക് പോകും. അതുപോലെ റേഞ്ച് ഓഫ് ഫ്രീക്വൻസി ക്യാൻ ബി യൂസ്ഡ് ഫോർ ലോക്കിംഗ്. ഇവിടെ ഫ്രീ റണ്ണിങ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഫ്രീ റണ്ണിങ് ഫ്രീക്വൻസി ഫ്രീ റണ്ണിങ് ഫ്രീക്വൻസിയുടെ ഫോർമുല മാത്രമാണ് ഞാനിവിടെ വരുന്നത്. 0.3 ഡിവൈഡഡ് ബൈ R1C1 ഫ്രീ റണ്ണിങ് ഫ്രീക്വൻസി. നെക്സ്റ്റ് ലോക്ക് റേഞ്ച്. Lock range equal 8f0 by voltage V. V is modulus value of P plus V minus. Okay. Sum of magnitude of positive and negative supply. Capture range. Capture range FC equal to plus or minus 1 by 2 pi into square root of 2 pi FL divided by R2C2. 2 pi FL divided by R2C2. ഇതാണ് അതിന്റെ ഫോർമുല വരുന്നത്. ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കണം, ബ്ലോക്ക് ഡയഗ്രാം മനസ്സിലാക്കുക, അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻ ഒക്കെ മനസ്സിലാക്കുക. ഓക്കെ, ഇതാണ് ഈ സബ്ജക്റ്റിലെ ഒരു ടോപ്പിക് ആയിട്ട് വരുന്നത്. ലാസ്റ്റ് വരുന്ന സെക്ഷനിൽ വരുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഇതിനകത്ത് 3 ICs ആണ് പ്രധാനപ്പെട്ട ICs. നമ്മൾ പറഞ്ഞ ടൈമർ ICs, അതുപോലെ VCO, PLL. ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനിൽ പോയിട്ടില്ല. നമ്മൾ ബേസിക് ആയിട്ടുള്ള ഇന്റേണൽ ബ്ലോക്ക് ഡയഗ്രാം അതിന്റെ ഫീച്ചേഴ്സ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ജസ്റ്റ് ആപ്ലിക്കേഷൻ ഏതാണെന്നൊക്കെ മനസ്സിലാക്കുക അല്ലെ. VCOയുടെ ആപ്ലിക്കേഷൻ ആയിട്ട് മോഡുലേഷൻ ആണ് പറയുന്നതെങ്കിൽ PLLന്റെ ആപ്ലിക്കേഷനിൽ ഡിമോഡുലേഷൻ ആണ്. FM ഡിമോഡുലേഷൻ ആണ് ഇതിലെ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ ആയിട്ട് പറയുന്നത്. അതുപോലെ 555 മോണോസ്റ്റേബിൾ, അപ്സ്റ്റേബിൾ, അതിന്റെ ടൈമിംഗ് സർക്യൂട്ട്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇതിലെ ക്വസ്റ്റ്യൻസ് അധികം ഒന്നും കണ്ടിട്ടില്ല, ജസ്റ്റ് ആപ്ലിക്കേഷൻ ലെവലിൽ ചോദിക്കുന്നത് പ്രതീക്ഷിക്കാം, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ. അപ്പൊ ഇനി നിങ്ങൾ എക്സാമിന് വളരെ കുറച്ച് സമയമുള്ളൂ. ഇനി എത്ര ദിവസമാണ്? നമുക്ക് ഈ മാസം 27 ആയി, 5 days, 8-9 ദിവസമേ ഉള്ളൂ അല്ലേ. അല്ലേ, എങ്ങനെ പ്രിപ്പറേഷൻ ഒക്കെ എങ്ങനെയുണ്ട്? ഇനി നിങ്ങൾ ചെയ്യേണ്ടത് പ്രധാനപ്പെട്ട ടോപ്പിക്കിൽ നിങ്ങൾ ഇതുവരെ കവർ ചെയ്തിട്ടുള്ള ടോപ്പിക്ക് ക്വസ്റ്റ്യൻസ് വരാവുന്ന പരമാവധി ക്വസ്റ്റ്യൻസ് നോക്കുക എന്നുള്ളതാണ്. കൂടുതൽ ടോപ്പിക്കിലേക്ക് പോകുന്നതിന് പകരം പഠിച്ച കോൺഫിഡൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഉണ്ടാവുമല്ലോ. കാരണം ഇത് നമുക്കറിയാം, ഈ കമ്മ്യൂണിക്കേഷനിലെ ഒരുപാട് ടോപ്പിക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബേസിക് ഇലക്ട്രോണിക്സ്. നമ്മൾ പ്രധാനപ്പെട്ട സെക്ഷൻ ബിയിൽ പ്രധാനപ്പെട്ട 3 പേപ്പർ ഇതാണ്. ഒന്ന് EDC എന്നുള്ള പേപ്പറാണ് പ്രധാനപ്പെട്ട, എല്ലാം പ്രധാനപ്പെട്ടതാണ്. EDC, അതുപോലെ അനലോഗ് സർക്യൂട്ട്സ്, ഈ ഒരു ഒപാമ്പിന്റെ സർക്യൂട്ട്സ് എല്ലാം തന്നെ, അതുപോലെ കമ്മ്യൂണിക്കേഷൻ. ഈ 3 പേപ്പറിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നു. പിന്നെ പവർ ഇലക്ട്രോണിക്സും മറ്റേതാ അത്രയല്ലേ വരുന്നുള്ളൂ? പവർ ഇലക്ട്രോണിക്സ് അല്ലേ വരുന്നുള്ളൂ. പിന്നെ ഡിജിറ്റൽ. ഡിജിറ്റൽ. പക്ഷെ ഡിജിറ്റൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് വലിയൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടോപ്പിക് ഒന്നും വരുന്നില്ല. നിങ്ങൾക്ക് കൗണ്ടേഴ്സും അതുമായിട്ട് റിലേറ്റ് ചെയ്തിരുന്നത്. ഇപ്പോൾ കോമ്പിനേഷൻ സർക്യൂട്ട് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കിട്ടാൻ തന്നെ